സബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൊമേഴ്സ്യൽ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളാണ്. ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് അത് കുറച്ചധികം പഠിക്കാനുണ്ട്. കുറച്ചധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു വരുമ്പോൾ ഒരു കുറച്ചുള്ളെങ്കിൽ കൂടി വീഡിയോസ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്ടുകളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. Functions of a commercial bank. Commercial banks occupy predominant place in the modern banking structure. കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത് മോഡേൺ ബാങ്കിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ കൊമേഴ്സ്യൽ ബാങ്കുകൾ വഹിക്കുന്നുണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സ് occupy predominant place in the modern banking structure. Commercial banks occupy predominant place in the modern banking structure. A bank which specializes in short-term lending or a bank which provides loans and advances for commercial purpose is called commercial banks. കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഷോർട്ട് ടേം ലെൻഡിങ്ങിലും ഷോർട്ട് ടേം ലെൻഡിങ്ങില് ഹ്രസ്വകാല വായ്പകളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകളെ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹ്രസ്വകാലത്തേക്ക് ലോൺസും അഡ്വാൻസുമാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ കാലയളവിലേക്കുള്ള വായ്പകൾ നൽകുകയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾ ചെറിയ കാലയളവിലേക്ക് വാങ്ങിക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. എ ബാങ്ക് വിച്ച് specializes in short-term lending or a bank which provides loans and advances for commercial purpose is called commercial bank. കൊമേഴ്സ്യൽ ബാങ്കുകൾ ചെറിയ കാലയളവിലേക്ക് വായ്പകൾ നൽകുകയും അത് എന്തിനു വേണ്ടിയിട്ടാണ്? വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായിട്ട് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. The main intention of the bank provide credit to commerce and trade of the country. അതായത് നമ്മുടെ രാജ്യത്ത് ട്രേഡുകൾക്ക്, വ്യാപാരങ്ങൾക്കും വാണിജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല കൊമേഴ്സ്യൽ ബാങ്കുകൾ വായ്പകൾ നൽകുന്നത്, പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കോ കച്ചവടങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ കാലയളവിലേക്കുള്ള വായ്പകൾ നൽകുക എന്നുള്ളതാണ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The main intention of the bank provide credit to commerce and trade of the country. The main intention of the bank provide credit to commerce and trade of the country. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്തൊക്കെയാണ്? കൊമേഴ്സ്യൽ ബാങ്ക്സ് occupy predominant place in the modern banking structure. A bank which specializes in short-term lending or a bank which provides loans and advances for commercial purpose is called commercial banks. The main intention of the bank provide credit to commerce and trade of the country. The major part of the banking activity in any country is carried out by these banks. അതായത് ഏതൊരു രാജ്യം എടുത്തു നോക്കുകയാണെങ്കിലും ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് ആക്ടിവിറ്റികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. The major part of the banking activity in any country is carried out by these banks. The major part of the banking activity in any country is carried out of these banks. As per BR Act, commercial banks is an institution accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, and order or otherwise. BR Act പ്രകാരം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ? accepting for the purpose of lending or investment of deposits of money from the public. അതായത് പബ്ലിക്കിന് ആവശ്യത്തിനനുസരിച്ചുള്ള പണം നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്.
അത് എങ്ങനെയൊക്കെയാണ്, അതായത് പ്രധാനപ്പെട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വായ്പകൾ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വായ്പകൾ നൽകുന്നത്, അവർക്ക് ആവശ്യമുള്ള വായ്പകൾ നൽകുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. അത് എങ്ങനെയാണ് വായ്പകൾ നൽകുന്നത്? അത് ആ വായ്പകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, റീപേബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണ് ഡിമാൻഡ് ചെയ്യുന്നത്? അപ്പോൾ റീപേ ചെയ്യാമെന്നുള്ള കണ്ടീഷൻ പ്രകാരം ഡെപ്പോസിറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകളെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ വിഡ്രോ ചെയ്യാം? നമ്മൾ പറഞ്ഞു റീപേബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണ് ആവശ്യമുള്ളത്. അതർവൈസ് എങ്ങനെയാ വിഡ്രോ ഏബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഇൻ എ ഓർഡർ ഓർ അതർവൈസ്. അതായത് എപ്പോഴെങ്കിലും നമ്മൾ ചെക്ക് കൊണ്ടുപോകുകയോ ഡ്രാഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡറുകൾ പ്രകാരമോ എങ്ങനെയെങ്കിലും വിധത്തിൽ നമ്മൾ റീപേബിൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു തരാമെന്നുള്ള കണ്ടീഷനിൽ ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. അങ്ങനെ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? അവർ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? അവര് ലെൻഡ് ചെയ്യുവാൻ വേണ്ടി, വായ്പകൾ നൽകുവാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നത്. അങ്ങനെയുള്ള ബാങ്കുകളെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ആസ് പെർ BR ആക്ട്, കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ accepting for the purpose of lending or investment of deposit of money. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വായ്പകൾ നൽകുന്നതിന് വേണ്ടിയിട്ടോ തുകകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻ എന്താണ്? ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോ ഏബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ആൻഡ് ഓർഡർ ഓർ അതർവൈസ്. നമ്മൾ എപ്പോൾ കഴിക്കുകയാണെങ്കിലും അപ്പോൾ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ നമ്മൾ ഏതെങ്കിലും ഓർഡർ പ്രകാരമോ നമ്മൾ എങ്ങനെയാണ് ആ ഡെപ്പോസിറ്റുകൾ തിരിച്ചു വാങ്ങിക്കുന്ന, അപ്പോൾ നമുക്ക് റീപേ ചെയ്യാമെന്നുള്ള കണ്ടീഷനിലാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യുന്നത്. BR ആക്ട്, commercial bank is an institution accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft and order or otherwise. And then BR Act, as per BR Act, commercial bank is an institution accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft and order or otherwise. ഇനി നമുക്ക് എന്താണ് ഫങ്ഷൻസ് നോക്കാം. പ്രധാനമായി 2 തരം ഫങ്ഷൻസ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്കുള്ളത്, പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും. ദ ഫോളോയിങ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്സ്, primary functions and secondary functions. The following are the major functions of commercial banks, primary functions and secondary functions. എന്തൊക്കെയാണ് പ്രൈമറി ഫംഗ്ഷൻ നോക്കാം. accepting deposits, lending money, credit creation. പ്രൈമറി ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അതുപോലെ തന്നെ വായ്പകൾ നൽകുക, പിന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ, വായ്പകൾ ഉണ്ടാക്കുക. അങ്ങനെ 3 തരമാണ് പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? accepting deposits, lending money, ക്രെഡിറ്റ് ക്രിയേഷൻ. പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? accepting deposits, lending money, ക്രെഡിറ്റ് ക്രിയേഷൻസ്. 3 എണ്ണമാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ട പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ അതിലെ accepting deposits എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് സെക്കൻഡറി ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സെക്കൻഡറി ഫംഗ്ഷൻസ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. സെക്കൻഡറി ഫംഗ്ഷൻസ് ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. ഇത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. നമുക്കിപ്പോൾ എന്താണ് പ്രൈമറി ഫംഗ്ഷൻസിലെ accepting deposits എന്ന് നോക്കാം. accepting deposits, this otherwise called borrowing by commercial banks. നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ, അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ വായ്പകൾ എടുക്കുന്നതിനെയാണ് accepting deposit എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ ഒന്നുമില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നു. അത് എന്താണ്? കൊമേഴ്സ്യൽ ബാങ്കുകളെ സംബന്ധിച്ച് അതൊരു വായ്പയായിട്ടല്ല കിട്ടുന്ന, അവര് ലോണായിട്ടില്ല തിരിച്ചു ലോൺ കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന ഒരു വായ്പയാണ് ഈ accepting deposit എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ദിസ് അതർവൈസ് കോൾഡ് ബോറോയിങ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകൾ എടുക്കുന്ന വായ്പയെ വേണമെങ്കിൽ accepting deposit എന്ന് പറയാം. അതൊരു ലയബിലിറ്റിയാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്.
they borrow money from the public in the form of accepting deposit. എന്താണ്? പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റിന്റെ രൂപത്തിൽ അവർ പണം കടമെടുക്കുന്നു. They borrow money from the public in the form of accepting deposits. accepting depositന് വേണമെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ എടുക്കുന്ന കടമയാണെന്ന് പറയാം. എങ്ങനെ? പബ്ലിക്കിൽ നിന്ന് കടമെടുക്കുന്നതിന് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഡെപ്പോസിറ്റ്സിന് നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കാറ്റഗറി എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റിസീവ്ഡ് ഓൺ ഡിഫറെന്റ് ടേംസ്. പല ടേംസുകളിലായിട്ടാണ് ഈ ഡെപ്പോസിറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്നത്. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റിസീവ്ഡ് ഓൺ ഡിഫറെന്റ് ടേംസ്. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റിസീവ്ഡ് ഓൺ ഡിഫറെന്റ് ടേംസ്. ഫിക്സ്ഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്, കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫ്ലെക്സി ഡെപ്പോസിറ്റ്, പിഗ്മി ഡെപ്പോസിറ്റ്. എന്തൊക്കെയാണ്? ഫിക്സ്ഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയും. ഫിക്സ്ഡ് ടൈമിലേക്കുള്ള ഡെപ്പോസിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാം. കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, BSBDA അക്കൗണ്ട് എന്ന് പറയും. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചോട്ടോ. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫ്ലെക്സി ഡെപ്പോസിറ്റ്, പിഗ്മി ഡെപ്പോസിറ്റ്. ഇങ്ങനെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫിക്സഡ് ഓർ ടൈം ഡെപ്പോസിറ്റ് ഓർ ടേം ഡെപ്പോസിറ്റ്. ഫിക്സഡ് പല രീതിയിൽ ഇതിന് പറയാം. ഒന്നില്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയും. എന്താണ് ഫിക്സഡ് ഓർ ടൈം ഓർ ടേം ഡെപ്പോസിറ്റ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് ഓർ ടേം ഡെപ്പോസിറ്റ്. അതാണ് നമ്മൾ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. എ ഫിക്സഡ് ഡെപ്പോസിറ്റ് is a contractual liability of the bank entered into with the depositor to pay at a fixed or determinable future date the amount of money deposited plus interest accrued thereon. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ചർ ലയബിലിറ്റി ആണ്. ബാങ്കിനെ സംബന്ധിച്ച് ഒരു കോൺട്രാക്ചർ ലയബിലിറ്റി ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനുള്ളത്. അതെങ്ങനെയാണ് കോൺട്രാക്ചർ ലയബിലിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വേണ്ടത്? ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ടേം അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനബിൾ ഫ്യൂച്ചർ, ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള ഒരു ഡെപ്പോസിറ്റ് ആയിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് ഡെപ്പോസിറ്റിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റും കൂടെ അക്രൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതായത് നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് നമുക്കിപ്പോൾ സാധാരണ അക്കൗണ്ടിലാണെങ്കിൽ ഏത് ദിവസം വന്ന് അവർ ഏത് ദിവസമാണ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡ്, ഇന്ന വർഷം ഞാൻ ഇന്ന് FD എടുത്തിട്ട് പറയണേ എനിക്ക് അടുത്ത വർഷം തന്നാൽ മതി എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ഇന്ന ഡേറ്റ് ആണ്, ആ ഡേറ്റിൽ എനിക്ക് തിരിച്ചു തരേണ്ടത്. അപ്പൊ ഒരു കോൺട്രാക്ട് വന്നിട്ടുണ്ട്, അവിടെ ഇന്ന ദിവസം മാത്രമേ തിരിച്ചു തന്നാൽ മതി. 45 ഡേയ്സ്. ഓക്കെ, 45 ഡേയ്സ് മതി. ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. A fixed deposit is a contractual liability of the bank entered into with the depositor to pay at a fixed or determinable future date the amount of money deposited plus interest accrued thereon. A fixed deposit is a contractual liability of the bank entered into with the depositor to pay at a fixed or determinable future date the amount of money deposited plus interest accrued thereon. Fixed deposit are those amount deposited for a fixed period of time and can be withdrawn only after the expire of fixed period. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡേറ്റിലാണ്, ആ ടൈം കഴിഞ്ഞിട്ടാണ് അതിനെ വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ക്യാൻ ബി വിഡ്രോൺ ഓൺലി ആഫ്റ്റർ ദ എക്സ്പയർ ഓഫ് ഫിക്സഡ് പീരിയഡ്. Fixed deposit are those amount deposited for a fixed period of time and can be withdrawn only after the expire of fixed period. Fixed deposit അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാങ്ക്
ആ ഒരു കസ്റ്റമറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എന്തെന്ന് പറഞ്ഞിട്ടാണ് ആ കോൺട്രാക്ട് എന്ന് പറയുന്നത്? ഈ ഇന്ന ദിവസം, അതായത് ആ കസ്റ്റമർ പറയുന്നു ഇന്ന ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ആ ടൈം പീരീഡിന് ശേഷം മാത്രമേ ആ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യകതയുള്ളൂ. ആ ഡെപ്പോസിറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ ഡെപ്പോസിറ്റിൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൂടിയായിട്ടാണ് കൊടുക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. മറ്റുള്ള ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റുകളിലെ ഇൻട്രസ്റ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. മറ്റുള്ള ഇൻട്രസ്റ്റിന് 4% ആണെങ്കിൽ ഒരു 6-6.5% ഒക്കെ ഇൻട്രസ്റ്റ് എഫ് ഡിക്ക് കിട്ടും. അത് കോപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതലായിരിക്കും, 8% വരെ ഇൻട്രസ്റ്റുകൾ കിട്ടും. പിന്നെ കമ്പയറേറ്റീവില് കുറച്ചും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോ ബാങ്കുകളെ സംബന്ധിച്ച്. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എസ് ബി അക്കൗണ്ടിനെയോ മറ്റുള്ള ഡെപ്പോസിറ്റുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് എഫ് ഡി, ബാങ്ക് ഇഷ്യൂ റെസിപ്റ്റ് ടു ദി ഡെപ്പോസിറ്റർ നോൺ ആസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അതായത് നമ്മളൊരു എഫ് ഡി എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഫോമിൽ എഴുതി ഒപ്പിടണം, ഇന്ന സമയത്ത് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു റെസിപ്റ്റ് തരും. അതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ FDR എന്ന് പറയുന്നത്. ആ ഡെപ്പോസിറ്റ് അതിലാണ് മെച്യൂരിറ്റി ഡേറ്റ്, ആളുടെ പേര്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഡെപ്പോസിറ്റ് പ്രകാരം ഇപ്പോൾ നമുക്കൊരു 6%-ാണ് ഞാൻ FD ഇട്ടതെന്ന് വിചാരിക്കാം. FD ഇൻട്രസ്റ്റ് കുറഞ്ഞാലും കൂടിയാലും നമ്മൾ ബാധിക്കില്ല. നമ്മൾ ആ 6% ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഈ മെച്യൂരിറ്റി ഡേറ്റ് വരെയും കിട്ടുന്നത്. അത് കുറവാണെങ്കിലും ഓക്കെ, കൂടുതലാണെങ്കിലും ഓക്കെ. അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് FD, bank issue a receipt to the depositor known as fixed deposit receipt. At the time of making FD, bank issue a receipt to the bank depositor known as fixed deposit receipt, that is the FDR. FDR contain the amount of deposit, എത്ര രൂപയാണ് ഉള്ളതെന്ന് അതിൽ എഴുതിയിരിക്കും. നെയിം ഓഫ് ഡെപ്പോസിറ്റർ, ആരുടെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ പേര്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, മെച്യൂരിറ്റി ഡേറ്റ്, മെച്യൂരിറ്റി ഏത് ദിവസമാണ് മെച്യൂരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ FDRൽ എന്തായാലും ഉണ്ടായിരിക്കും. FDR contains the amount of deposit, name of depositor, rate of interest, maturity date, etc. FDR contain the amount of deposit, name of depositor, rate of interest, maturity date, etc. This receipt has to be surrendered to the bank on the due date for getting the deposits bank. This receipt has to surrendered to the bank on the due date for getting the deposits back. ഈ റെസിപ്റ്റുകളൊക്കെ ബാങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, സറണ്ടർ ചെയ്യാം. ഡ്യൂ ഡേറ്റിൽ നമ്മൾ സറണ്ടർ ചെയ്യും. അതായത് നമ്മൾ ആ ഡ്യൂ ഡേറ്റ് വരുമ്പോൾ ബാങ്കിൽ എന്താ സറണ്ടർ ചെയ്യുന്ന പറയാ. FD റെസിപ്റ്റ് സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ കാശ് എടുക്കുന്നത്. ഫോർ ഗെറ്റിംഗ് ഡെപ്പോസിറ്റ്സ് ബാക്ക്, ദിസ് റെസിപ്റ്റ് ഹാസ് ടു ബി സറണ്ടേർഡ് ടു ദി ബാങ്ക് ഓൺ ദ ഡ്യൂ ഡേറ്റ് ഫോർ ഗെറ്റിംഗ് ദ ഡെപ്പോസിറ്റ്സ് ബാക്ക്. 80-90% ഡെപ്പോസിറ്റ് ലോൺ വിൽ ഗെറ്റ്. 80 തുടങ്ങി 90% വരെ വേണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടും. നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. 80% മുതൽ 90% വരെ ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലോൺ ഫെസിലിറ്റികൾ ലഭിക്കുന്നതാണ്. അതായത് സറണ്ടർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സറണ്ടർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി ഡേറ്റിനൊക്കെ മുമ്പുണ്ടല്ലോ, ഡ്യൂ ഡേറ്റിന് മുമ്പ്, അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഡ്യൂ ഡേറ്റിന് മുമ്പ് നമുക്ക് പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, ഡ്യൂ ഡേറ്റിന് മുമ്പ് നമുക്ക് പൈസ ആവശ്യമായിട്ട് വരികയെങ്കിൽ അതിന് പ്രീമെച്വർ ക്ലോസിംഗ് എന്ന് പറയും. പ്രീമെച്വർ ക്ലോസിംഗ് എന്നാണ് അതിന് പറയുക. എന്താണ് പ്രീമെച്വർ ക്ലോസിംഗ്? നമുക്ക് നടത്താം. FD റെസിപ്റ്റ് സറണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രീമെച്വർ ക്ലോസിംഗ് നടത്താം. പ്രീമെച്വർ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 6% ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 365 ദിവസത്തേക്കാണ്, ഒരു വർഷ കാലയളവിലേക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മളൊരു 260 ദിവസമൊക്കെ 270 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രീമെച്വർ ക്ലോസിംഗ് നടത്തുകയാണെങ്കിൽ ആ കാലയളവിലേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്, ആ കാലയളവിലേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്, ആ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് പ്രീമെച്വർ ക്ലോസിംഗ് നമുക്ക് നടത്തുക കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് FDയുടെ
ഒരു FD ഇട്ടു. ആ FDയുടെ കാലയളവിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ എന്നല്ല. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ നമുക്ക് അത്യാവശ്യം വന്നാൽ നമുക്ക് പ്രീമച്വർ ക്ലോസിംഗ് നടത്താം. അപ്പൊ അതില് ചെറിയൊരു തുക നമുക്ക് ചിലപ്പോൾ വിചാരിച്ചേക്കാൾ കുറവ് ലഭിക്കും. 80-90% നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ലോണായിട്ട് എടുക്കാം. ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ പൈസയിൽ നമ്മൾ എന്തെങ്കിലും പലിശ എടുക്കുന്ന എവിടെ, നമ്മളിവിടെ ഒരു 8%-ത്തിനാണെങ്കിൽ ലോണിന്റെ എത്രയാണ് 6% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണത്. നമുക്ക് ലോണിന് എത്രയാണ് അവർ പറയുന്ന റേറ്റ്, ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കണം. നമ്മളെ കയ്യിലുള്ള കാശിന് നമുക്ക് അവിടെ ഇൻട്രസ്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. അപ്പൊ 80 മുതൽ 90% വരെ ഡെപ്പോസിറ്റ് നമുക്ക് ലോൺ ലഭിക്കുകയും കിട്ടും. ഇതാണ് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണ്. കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. Current or demand deposit. The customer is allowed to draw, check and withdraw money from this deposit at any time. ഈ കറന്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഒരു ചെക്ക് കൊണ്ട്, നമ്മൾ മറ്റോടത്ത് എങ്ങനെയാണ് FD റെസിപ്റ്റ് ആണ് സറണ്ടർ ചെയ്യുന്നത്, ചെക്ക് കൊണ്ടല്ല വിഡ്രോ ചെയ്യുന്നത്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ FD റെസിപ്റ്റ് സറണ്ടർ ചെയ്തിട്ട് നമ്മൾ കാശ് വാങ്ങിക്കുന്നു. അത് പ്രീമച്വർ ക്ലോസിംഗ് ആയാലും നമ്മൾ സറണ്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളത് സറണ്ടർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള സംഭവം അവിടെ തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ അതിനർത്ഥം. സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ കാശ് വാങ്ങിക്കുന്നത്. പക്ഷെ കറന്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് കൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ടിലുള്ള കാശ് ചെക്ക് എഴുതിയ ചെക്ക് കൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഒരിക്കലും ചെക്ക് ഉപയോഗിക്കുകയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഒരിക്കലും ചെക്ക് കൊണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ദ കസ്റ്റമർ ഈസ് അലൗഡ് ടു ഡ്രോ, ചെക്ക് ആൻഡ് വിഡ്രോ മണി ഫ്രം ദീസ് ഡെപ്പോസിറ്റ് അറ്റ് എനി ടൈം. ഏത് സമയത്ത്, ബാങ്കിങ് ടൈമിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. കറന്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ദ കസ്റ്റമർ ഈസ് അലൗഡ് ടു ഡ്രോ, ചെക്ക് ആൻഡ് വിഡ്രോ മണി ഫ്രം ദീസ് ഡെപ്പോസിറ്റ് അറ്റ് എനി ടൈം. The customer is allowed to draw, check and withdraw money from this deposit at any time. These deposits are withdrawn whenever the customer wants to withdraw. എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. These deposits are withdrawn whenever the customer wants to withdraw. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. Current account deposits are withdrawable or payable on demand. Hence, they are also called demand liability. അതായത് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് എപ്പോൾ വേണമെങ്കിലും, ഇപ്പൊ നമുക്ക് ഡിമാൻഡിന് ഇപ്പോൾ ചെയ്യാം, ഇന്ന് ചെയ്ത് ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന്, അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്ക് തിരിച്ചു നൽകേണ്ടതുള്ളത് കൊണ്ട് കറന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എപ്പോഴും ഡിമാൻഡ് ലയബിലിറ്റി ആണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഡിമാൻഡ് ലയബിലിറ്റിയാണ് കറന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആർ വിഡ്രോയേബിൾ ഓർ പേയബിൾ ഓൺ ഡിമാൻഡ്. ഹെൻസ് ദേ ആർ ആൾസോ കോൾഡ് ഡിമാൻഡ് ലയബിലിറ്റി. Current account deposits are withdrawable or payable on demand. Hence, they are also called demand liability. Current deposit are those deposits which money can be deposited at any number of times and from which money can be withdrawn as many times as the depositor wants. കറന്റ് ഡെപ്പോസിറ്റ് ആർ ദോസ് ഡെപ്പോസിറ്റ്. കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡെപ്പോസിറ്റുകളാണ്. എന്താണ്? വിച്ച് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഫ്രം വിച്ച് മണി ക്യാൻ ബി വിഡ്രോ ആസ് മെനി ടൈംസ് ആസ് ഡെപ്പോസിറ്റർ വാണ്ട്സ്. എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, എത്ര സമയം, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറന്റ് ഡെപ്പോസിറ്റ് ആർ ദോസ് ഡെപ്പോസിറ്റ്സ് which money can be deposited any number of times and from which money can be withdrawn as many times as the depositor wants. Current deposits are those deposits which money can be deposited any number of times and from which money can be withdrawn as many times as the depositor wants. കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെപ്പോസിറ്റ് ആണ്. അത് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. എത്ര സമയം, ഒരു ദിവസം എത്ര സമയമായാലും ഒരു പ്രശ്നമില്ല. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ ജനറലി മെയിൻറ്റൈൻഡ് ബൈ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ്മെൻ who have to maintain number of payment on single day. ഇത് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്മെൻസ് ആണ് കറന്റ് ഡെപ്പോസിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർക്ക് ഒരു ദിവസം എത്ര സമയം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഇത് പേയ്മെന്റുകൾ നടത്തുകയോ അതായത് വിഡ്രോ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
അതായത് അവർക്കുള്ള അത് ആവശ്യം വരുന്നത് ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബിസിനസ് മാൻസിനും ട്രേഡേഴ്സിന് അവർക്ക് ട്രാൻസാക്ഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കൊടുക്കലും വാങ്ങലുമായിട്ട് എപ്പോഴും ട്രാൻസാക്ഷൻ വരും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. These deposits are generally maintained by traders and businessmen who have to maintain number of payments on a single day. ഇതിന് ഒരു ഇൻട്രസ്റ്റും ബാങ്ക് നൽകുകയില്ല. കറന്റ് അക്കൗണ്ടിന് ബാങ്ക് ഒരു ഇൻട്രസ്റ്റും നൽകുകയില്ല. മിനിമം ബാലൻസ് എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. മിനിമം ബാലൻസ് എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. ബാങ്ക് ചാർജ് അപ്ലിക്കബിൾ ആയിരിക്കും. ബാങ്കിന് ചാർജ് നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ്? നോ ബാങ്ക് ഇൻട്രസ്റ്റ്. കറന്റ് അക്കൗണ്ടിന് ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ല. കീപ് മിനിമം ബാലൻസ്. എപ്പോഴും മിനിമം ബാലൻസ് സൂക്ഷിക്കണം. ബാങ്ക് ചാർജുകൾ അപ്ലിക്കബിൾ ആയിരിക്കും. ബാങ്ക് ചാർജുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ കറന്റ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ FD എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈം ആണെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഇന്നിട്ട് അപ്പൊ തന്നെ എടുക്കുക, എടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നൊരു അക്കൗണ്ടാണ് കറന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അത് കൂടുതലായിട്ട് ട്രേഡേഴ്സും ബിസിനസ്മാൻസുമാണ് ഉപയോഗിക്കുന്നത്. അത് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റും കറന്റ് അക്കൗണ്ടിന് ലഭിക്കുകയില്ല. മിനിമം ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അടുത്തതാണ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഇതും ഒരു ഡിമാൻഡ് ലയബിലിറ്റി തന്നെയാണ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് accepts സ്മോൾ സേവിങ്സ് ഓഫ് പീപ്പിൾ അണ്ടർ ദീസ് ഡെപ്പോസിറ്റ്സ്. ബാങ്കുകള് ചെറിയ ചെറിയ സേവിങ്സുകള് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുവാൻ വേണ്ടി എന്താ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ തുകകൾ നമുക്കതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ബാങ്ക് accepts സ്മോൾ സേവിങ്സ് ഓഫ് പീപ്പിൾ അണ്ടർ ദീസ് ഡെപ്പോസിറ്റ്. അതായത് ജനങ്ങളുടെ ഇടയിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അക്കൗണ്ടുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ. അതിലെ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. എ കസ്റ്റമർ ക്യാൻ ഓപ്പൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിത്ത് സ്മോൾ സം ആൾസോ. ഒരു കസ്റ്റമർ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയാണെങ്കിൽ അത് ചെറിയ ഒരു അക്കൗണ്ടിൽ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. എ കസ്റ്റമർ ക്യാൻ ഓപ്പൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിത്ത് സ്മോൾ സം ആൾസോ. A customer can open savings bank account with a small sum also. There are restrictions on the number of withdrawals from the savings bank account. There are restrictions on the number of withdrawals from the savings bank account. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ വിഡ്രോവൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് കറന്റ് അക്കൗണ്ടിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഏത് സമയത്തും പോയി എടുക്കാൻ പറ്റില്ല. അതിന് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ബാങ്കുകളാണ്. അപ്പൊ ബാങ്ക് ചെറിയ എമൗണ്ടുകളായിട്ട് കസ്റ്റമറുടെ കയ്യിൽ പബ്ലിക്കിന് സേവിങ്സുകൾ നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന ബാങ്ക് ചെക്ക് മുഖേനയൊക്കെ തന്നെയാണ്. These deposits are maintained by banks in order to mobilize small savings of the people. These deposits are maintained by banks in order to mobilize small savings of the people. A minimum interest is also allowed to the depositors and is calculated on daily basis. അതായത് ഒരു ചെറിയ അക്കൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കിട്ടും. മിനിമം ഇൻട്രസ്റ്റ് ഈസ് ആൾസോ അലൗഡ് ടു ദി ഡെപ്പോസിറ്റേഴ്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഡെയിലി ബേസിസ്. ഡെയിലി ബേസിസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്വാർട്ടർലി ബേസിലൊക്കെ നമുക്ക് അക്കൗണ്ടിലേക്ക് അവർ ചാർജ് ചെയ്തിരുന്നത്. പക്ഷെ ഡെയിലി ബേസിലാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൺ ദിസ് അക്കൗണ്ട് ലോൺ ഫെസിലിറ്റീസ് നോട്ട് അലൗഡ്. ഈ അക്കൗണ്ടിൽ ലോൺ ഫെസിലിറ്റി ഒന്നുമില്ല. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പക്ഷെ ഒരു മാസം 50 അങ്ങനെയൊക്കെയുള്ള ഒരു ലിമിറ്റ് അതിനുണ്ട്. അതൊരു ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മിനിമം അതുണ്ട്. അതുപോലെ തന്നെ ചെക്കായിട്ടാണ് ഇത് വിഡ്രോ ചെയ്യുന്നത്. നമുക്കതുപോലെ ATM ആയിട്ടും വിഡ്രോ ചെയ്യാം. ഇങ്ങനെ ഇതാണ് നമ്മളുടെ SB അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്താണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്? A recurring deposit, commonly known as RD, is a unique term deposit that is offered by Indian banks. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കാം, ഒരു ഫിക്സ്ഡ് ടേം ആണ്. അപ്പൊ അത് FD പോലെ ഒരു ഫിക്സ്ഡ് ടേം ഡെപ്പോസിറ്റ് ആണ്. എന്നാൽ ഇതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കുന്നത് ഒരു റിക്കറിംഗ് ടേമിലാണ്. എന്താണ്? റിക്കറിംഗ് ടേമിലാണ് കൊടുക്കുന്നത്. അതായത് ഈ മാസം ആണെങ്കിൽ ഒരു സ്പെസിഫൈ എമൗണ്ട്, ഇപ്പൊ 100 രൂപ ആണെങ്കിൽ 100 രൂപ വെച്ച് എല്ലാ മാസവും നമുക്ക് അടയ്ക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ട് വിത്ത് ഇൻട്രസ്റ്റോട് കൂടി നമുക്കത് ലഭിക്കുന്നു. ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണിത്.
മനസ്സിലായല്ലോ ഇതിപ്പോ. എ റിക്കറിംഗ് ഡെപ്പോസിറ്റ് കോമൺലി നോൺ ആസ് ആർ ഡി ഈസ് എ യൂണിക് ടേം ഡെപ്പോസിറ്റ്. യൂണിക് ടേം ആണ്, ഒരു ഫിക്സ്ഡ് ടേം ആണ്. ഇന്ന ദിവസം 5-ാം തീയതി ആണെങ്കിൽ അടുത്ത മാസം 5-ാം തീയതി തന്നെയാണ് അത് അടയ്ക്കുന്നത്. അതാണ് യൂണിക് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓഫേർഡ് ബൈ ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. റിക്കറിംഗ് ഇതും ഒരു സേവിങ്സ് പോലെ തന്നെയാണ്. ആളുകൾക്ക് ഒരു സേവിങ്സ് കം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. എ റിക്കറിംഗ് ഡെപ്പോസിറ്റ് കോമൺലി നോൺ ആസ് ആർ ഡി ഈസ് എ യൂണിക് ടേം ഡെപ്പോസിറ്റ് ദാറ്റ് ഈസ് ഓഫേർഡ് ബൈ ഇന്ത്യൻ ബാങ്ക്സ്. Recurring deposit or cumulative deposits, the depositors are allowed to make regular deposits on a monthly basis for a fixed rate of return. Then in recurring deposit or cumulative deposits, the depositors are allowed to make regular deposits on a monthly basis or a fixed rate of return. അതായത് മന്ത്ലി ബേസിൽ റെഗുലർ ഡെപ്പോസിറ്റുകളായിട്ട് ഡെപ്പോസിറ്റേഴ്സ് ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിക്കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതൊരു കുമുലേറ്റിംഗ് ടൈപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് കുമുലേറ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതായത് ഈ മാസം 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതി, അങ്ങനെ പറഞ്ഞൊരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. ഒരു 5 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ എന്നൊക്കെ പറഞ്ഞൊരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. അതിനൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരമുള്ള റിട്ടേണും കിട്ടും. In recurring deposits or cumulative deposits, the depositors are allowed to make regular deposits on a monthly basis or for a fixed rate of return. Recurrent deposit is an ideal saving cum investment account. Recurrent deposit എന്ന് പറയുന്നത് ഐഡിയൽ സേവിംഗ് കം ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. റിക്കറന്റ് ഡെപ്പോസിറ്റ് ഒരു സേവിങ്സ് അക്കൗണ്ടുമാണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുമാണ്. റിക്കറന്റ് ഡെപ്പോസിറ്റ് ഈസ് എൻ ഐഡിയൽ സേവിംഗ് കം ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. A recurring deposit is commonly known as RD is a unique term deposit that is offered by Indian banks. In recurring deposit or cumulative deposit, the depositors are allowed to make regular deposits on a monthly basis for a fixed rate of return. Recurring deposit is an ideal saving cum investment account. The deposits have a fixed tenor and on completion of this specific period, the depositor gets the principal sum along with interest and during that period. The deposits have a fixed tenor and on completion of the specific period, the depositor gets the principal sum along with the interest and during that period. അതായത് ഡെപ്പോസിറ്റ് ഒരു ഫിക്സ്ഡ് ടെനർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന ദിവസം, അടുത്ത ദിവസം, അങ്ങനെ അങ്ങനെ അടുത്ത മാസത്തിൽ ഇന്ന ഡേറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ആരംഭിക്കുന്നത് ജനുവരി 1-ാം തീയതി ആണെങ്കിൽ പിന്നത്തെ ഫെബ്രുവരി 1, മാർച്ച് 1, അങ്ങനെ അങ്ങനെ കറക്റ്റ് ഡേറ്റിൽ തന്നെ പോകുന്നതാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് പീരീഡ് നമ്മൾ ഈ 2024 ജനുവരിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു 5 വർഷത്തേക്കാണെങ്കിൽ 2029 ഡിസംബർ 1-ാം തീയതി വരെ നമ്മൾ അടയ്ക്കും. ജനുവരിയിൽ നമ്മൾ അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നു. ഇതാണ് നമ്മൾ സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ അടച്ച പ്രിൻസിപ്പിൾ, ഞാനിപ്പോൾ 1000 രൂപ വെച്ചിട്ടാണ് അടയ്ക്കുന്ന, 60 മാസ കാലഘട്ടത്തിൽ അടച്ചു, 60,000 രൂപ ഞാൻ അടച്ചു. പ്ലസ് ഓരോ മാസം എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിരിക്കുന്നത്, ആ ഇൻട്രസ്റ്റും കൂടിയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇൻട്രസ്റ്റ് ഒരു 10,000 രൂപ ഇൻട്രസ്റ്റ് എങ്കിൽ പ്ലസ് 10,000 കൂട്ടിയിട്ട് 60,000 പ്ലസ് 10,000 70,000 രൂപ എൻ്റെ കയ്യിലേക്ക് കിട്ടും. The deposits have a fixed tenor and on completion of the specific period, the depositor gets the principal sum along with the interest and during that period. The deposits have a fixed tenor and on completion of the specific period, the depositor gets the principal sum along with interest and during that period. The rate of interest is calculated quarterly or as specified by the bank and depends on the maturity period and also the amount invested. The rate of interest is calculated quarterly or as specified by the bank and depends on the maturity period and also the amount invested. Rate of interest എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്വാർട്ടർലി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാങ്ക് അത് ഒരു ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ക്വാർട്ടർലി ആയിട്ട് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ മെച്യൂരിറ്റി പീരീഡിൽ അത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തരും കേട്ടോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കാൽക്കുലേറ്റഡ് എസ് ബിയിലാണെങ്കിൽ ഡെയിലി ബേസിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിൽ ക്വാർട്ടർലി ബേസ് ആണ്. മെച്യൂരിറ്റി പീരീഡിലാണ് തരുന്നത്. എസ് ബി അക്കൗണ്ടിലാണെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് ഇടുന്നത് ക്വാർട്ടർലി ബേസിലായിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ഇനി അടുത്തതാണ് BSBDA അക്കൗണ്ട്. എന്നാണ് BSBDA അക്കൗണ്ട്? ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്.
ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് BSBDA അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ബൈ എനി ഇൻഡിവിജ്വൽസ് പ്രൊവൈഡഡ് he or she has valid KYC document. This document can be opened by any individuals provided he or she has valid KYC document. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പണ്ട് ജൻധൻ അക്കൗണ്ട്, നോൺ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ആ അക്കൗണ്ട് ഒക്കെയാണ് ഈ BSBDA അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന് KYC ഡോക്യുമെന്റ് നിർബന്ധമായിട്ട് വേണം. ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ആണ് ഈ പറയുന്ന BSBDA അക്കൗണ്ട് എന്ന് പറയുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് പ്രൈമർലി മീൻഡ് ഫോർ poorer section of the society to encourage them to start saving hassle free. അതായത് പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, പാവപ്പെട്ടവരിന്ന് മാത്രമല്ല പൂവർ സെക്ഷൻ അല്ലെങ്കിൽ പൂവർ എന്ന് വെച്ചാൽ വൈക്കർ സെക്ഷൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും ബാങ്ക് അക്കൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ ബാങ്കിലേക്ക് കൊണ്ടുവരിക, ബാങ്ക് അക്കൗണ്ട് ത്രൂ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള എൻകറേജ് ചെയ്തിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് BSBDA അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്മോൾ എമൗണ്ടുകളൊക്കെ മതി ഇതില്, മിനിമം ബാലൻസ് നിർബന്ധമില്ല. This account is primarily meant for poorer section of the society to encourage them to start saving hassle free. This account is primarily meant for poorer sections of the society to encourage them to start saving hassle free. No checkbook facility is available to these account holders. നോ ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ടു ദീസ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഇതിന് ചെക്ക് ബുക്കുകളൊന്നുമില്ല. നമുക്ക് ഇത് വരും കേട്ടോ, ഡെബിറ്റ് കാർഡ് വരും. നോ ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ടു ദീസ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ദിസ് അക്കൗണ്ട് ഡസ് നോട്ട് റിക്വയർ ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ്. ഈ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിർബന്ധമില്ല. BSBDA അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിർബന്ധമില്ല. സീറോ ബാലൻസ് അക്കൗണ്ട് ആണത്. ദിസ് അക്കൗണ്ട് ഡസ് നോട്ട് റിക്വയർ ടു മെയിൻറ്റെയിൻ മിനിമം ബാലൻസ്. 1 lakh the aggregate of all withdrawals and transfers during the month not exceeded ₹10,000. അതായത് നമ്മൾ ട്രാൻസാക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ 1,00,000 കൂടുതൽ ആവാൻ പാടില്ല ഒരു മാസത്തിൽ. അതുപോലെ തന്നെ 10,000 രൂപയ്ക്കുള്ള ഒന്നിച്ച് വിഡ്രോ ചെയ്യാൻ പാടില്ല. അതുപോലെ 50,000 രൂപയ്ക്കുള്ള അക്കൗണ്ടിൽ ഉണ്ടാവാനും പാടില്ല. നമ്മൾ ട്രാൻസാക്ഷൻസ് 1,00,000 രൂപയ്ക്കുള്ള ട്രാൻസാക്ഷൻ പാടില്ല, 10,000 രൂപയ്ക്കുള്ള ഒറ്റയ്ക്ക് വിഡ്രോ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ 50,000 രൂപ കൂടുതൽ അക്കൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ പറയുന്ന BSDA അക്കൗണ്ട്. BSBDA അക്കൗണ്ടിൽ 50,000 രൂപയാണ് മാക്സിമം എന്ന് പറയുന്നത്. അതിൽ ട്രാൻസാക്ഷൻ നമുക്കിപ്പോൾ പെട്ടെന്ന് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് 1,00,000 രൂപ വരെ മാക്സിമം എന്ന് പറയുന്ന ഓൾ വിഡ്രോൾസ് എന്ന് പറയുന്നത് 1,00,000 രൂപ വരെയാണ് നമുക്ക് പറ്റുന്നത്. അതുപോലെ ഒരു മാസത്തില് 10,000 രൂപയ്ക്കുള്ള, അതായത് 1,00,000 ട്രാൻസാക്ഷൻ വിഡ്രോവൽ ആണ് നമ്മൾ ഈ പറയുന്നത്. ഒരു വർഷത്തേക്കുള്ള ട്രാൻസാക്ഷൻ വിഡ്രോവൽ 1,00,000 രൂപ കൂടാൻ പാടില്ല. അതേപോലെ ഒരു മാസം 10,000 രൂപ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പാടില്ല. ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപ കൂടുതൽ ഉണ്ടാവാനും പാടില്ല. നമ്മളിങ്ങനെ ഓരോ വർഷം ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ 1,00,000 കൂടുതൽ അഗ്രിഗേറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവാനും പാടില്ല. അതുപോലെ തന്നെ എന്താണ് മാക്സിമം എന്ന് പറഞ്ഞാൽ 4 വിഡ്രോവലാണ്. 4 വിഡ്രോവലാണ് ഒരു മാസം. ATM വിഡ്രോവൽസ് ആണ്, അല്ലെങ്കിൽ ATM വിഡ്രോവൽസ് നമുക്ക് ചാർജ് ഒന്നുമില്ല, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. മാക്സിമം 4 വിഡ്രോവലാണ് ഉള്ളത് കേട്ടോ. 1 lakh the aggregate of all withdrawals and transfers during the month not to exceed ₹10,000. The balance at any point of time not exceed ₹50,000. Maximum of only 4 withdrawals per month including ATM withdrawals is allowed free of charge. അടുത്തത് ഫ്ലെക്സി ഡെപ്പോസിറ്റ്. ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫ്ലെക്സി ഡെപ്പോസിറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫ്ലെക്സി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെയും ഒരു കോമ്പിനേഷനാണ്. ആദ്യ പോലത്തെ തന്നെയുള്ള ഒരു കോമ്പിനേഷനാണ്. ദ ഡെപ്പോസിറ്റഡ് ഈസ് ഏബിൾ ടു എൻജോയ് ബോത്ത് ദി സേവിങ്സ് ആൻഡ് കറന്റ് അക്കൗണ്ട്സ് ആൻഡ് ഹൈ റിട്ടേൺസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് സേവിങ്സിന്റെയും കറന്റ് അക്കൗണ്ട്സിന്റെ ഒക്കെ എൻജോയ് ചെയ്യാം. ആദ്യം നമുക്ക് ഫിക്സഡ് ടൈം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പക്ഷെ ഇത് അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നല്ല റിട്ടേൺസ് കിട്ടുന്ന അക്കൗണ്ടാണ് ഫ്ലെക്സി ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ഈസ് ഏബിൾ ടു എൻജോയ് ബോത്ത് ദ സേവിങ്സ് ആൻഡ് കറന്റ് അക്കൗണ്ട്സ് ആൻഡ് ഹൈ റിട്ടേൺസ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അടുത്തതാണ് പിഗ്മി ഡെപ്പോസിറ്റ്. എന്താണ് പിഗ്മി ഡെപ്പോസിറ്റ്? ഡെയിലി ഡെപ്പോസിറ്റ് സ്കീം ഇസ് എ മോണിറ്ററി ഡെപ്പോസിറ്റ് സ്കീം
interested to help a daily wage earners, small traders to inculate saving habits and also as a way of funding their bigger capital requirements. നമ്മൾ നേരത്തെ കറണ്ട് അക്കൗണ്ട് പറഞ്ഞു. ട്രേഡേഴ്സിന് എന്നത് വലിയ വലിയ ട്രേഡേഴ്സിന് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഒക്കെ ആവശ്യമുള്ളൂ. ചെറിയ കടക്കാര്, അതുപോലെ ഡെയിലി വേജ് ഉള്ള ജീവനക്കാര്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ കിട്ടുന്ന അന്നത്തെ പൈസ അവര് എന്താ ചെയ്യുക, അന്ന് തന്നെ ചെറിയ വേതനമുള്ള ആരും കേട്ടോ, അങ്ങനെയുള്ള ആളുകള് അന്ന് തന്നെ നമ്മളത് ചെലവാക്കിയൊക്കെ പോകും. അപ്പൊ അതില്ലാതെ കുറച്ച് സേവിങ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടൊരു അക്കൗണ്ടാണ് പിഗ്മി ഡെപ്പോസിറ്റ്. ഇതിന് നമ്മളുടെ അവരുടെ അടുത്തേക്ക് പോയിട്ട് ബാങ്ക് ആളെ വിട്ട് അവരുടെ എല്ലാ ദിവസവും നമ്മൾ തിരിച്ച് ഫണ്ടുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഒരു സേവിങ്സ് ആക്കി മാറ്റുന്നതാണ് പിഗ്മി ഡെപ്പോസിറ്റ്. ചെറിയ തുകകൾ മതി. ഡെയിലി ഡെപ്പോസിറ്റ് സ്കീമാണത്. ഡെയിലി ഡെപ്പോസിറ്റ് സ്കീം ഇസ് എ മോണിറ്ററി ഡെപ്പോസിറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹെൽപ്പ് ഡെയിലി വേജ് ഏർണേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ് ടു inculcate saving habits and also as a way of funding their bigger capital requirements. Daily deposit scheme is a monetary deposit scheme introduced to help daily wage earners, small traders to inculcate saving habits and also as a way of funding their bigger capital requirements. In this scheme, money can be deposited into an account only daily basis. ഈ സ്കീം പ്രകാരം മണി ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്. In this scheme, money can be deposited into an account on daily basis. In this scheme, money can be deposited into an account on daily basis. This scheme was introduced by Syndicate Bank. ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. പിഗ്മി ഡെപ്പോസിറ്റ് ആരുടെ ഡെപ്പോസിറ്റ് ആണ്? ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് പിഗ്മി ഡെപ്പോസിറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡെപ്പോസിറ്റുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കുറേ പഠിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ലെൻഡിങ് അടുത്ത ക്ലാസ്സിൽ എടുത്തരാം. നമ്മളുടെ പ്രൈമറി ഫങ്ഷൻസിലെ ആദ്യത്തെ ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. ആക്സെപ്റ്റിംഗ് ലോൺസ്, ആക്സെപ്റ്റ് അഡ്വാൻസസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് ലെൻഡിങ് മണി നമുക്ക് നോക്കാം. അക്സെപ്റ്റിംഗ് മണി എന്ന് പറയുമ്പോൾ അത് ഡെപ്പോസിറ്റുകളാണ്. നമ്മളിപ്പോ 7 തരം ഡെപ്പോസിറ്റുകൾ പഠിച്ചു. പിന്നെയും ഡെപ്പോസിറ്റുകൾ പലതരത്തിൽ പല ബാങ്കുകൾ പല പേരുകളിൽ ഇറക്കുന്നുണ്ട്. നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു 7 ഡെപ്പോസിറ്റുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മളായിരിക്കും ഇത് ഇത്ര അധികം എന്തിനാ പഠിക്കണമെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ നമ്മൾ കാണാപ്പാഠം ഇതെല്ലാം പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക. ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ഏറ്റവും നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആ സിലബസിൽ ഉള്ളത് തന്നെ വരുള്ളൂ. പക്ഷെ അത് നമ്മൾ മാക്സിമം പഠിച്ചു പോകാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ വളരെ കുറവാണ് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടുപോകുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടുതൽ കിട്ടും. അപ്പൊ നിങ്ങൾ ദയവേത് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ കമന്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നന്ദി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത് തന്നെ കാണാം.